കണ്ണൂരിലെ ഇടതു കേന്ദ്രങ്ങളിൽ BJP വോട്ട് വർദ്ധിച്ചു എന്ന് MV ജയരാജൻ. CPM വോട്ട് BJPക്ക് പോയെങ്കിൽ അത് ആഴത്തിൽ പരിശോധിക്കും. ഇടതു കേന്ദ്രങ്ങളിലെ BJP മുന്നേറ്റം പ്രത്യേക പ്രതിഭാസമായി കാണേണ്ടതുണ്ട് എന്നും MV ജയരാജൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ UDF ആണ് വിജയിച്ചത്. 3ഇടത്തും 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കാരണമായി പ്രാഥമിക വിലയിരുത്തൽ ഇത്ര വലിയ പരാജയത്തിന് കാരണമായി കണ്ടെത്താൻ കഴിയുന്നത്? പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ UDFന് അനുകൂലമായിട്ടുള്ളൊരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിനിടയാക്കിയത് എന്നത് വിശദമായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ വിലയിരുത്താൻ കഴിയുള്ളൂ. ഏതായാലും ജനവിധി അംഗീകരിക്കുകയും പാർട്ടിക്കും LDFനും ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളെ കൂടുതൽ അണിനിരത്താനും ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഉണ്ടായിട്ടുള്ള ധാരണകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഇനി ചെയ്യുക. ഇപ്പോൾ BJP വോട്ട് കണ്ണൂർ ലോക്സഭ മാത്രം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നേരത്തെ 6.5% ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ 11% മുകളിലേക്ക് പോയി. അതേസമയം LDFൻ്റെ വോട്ടുകൾ കുറഞ്ഞു, ശതമാനത്തിൽ നോക്കുകയാണെങ്കിൽ കുറഞ്ഞു, UDFൻ്റെയും കുറഞ്ഞു, പക്ഷേ LDFനാണ് കൂടുതൽ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ടുകളൊക്കെ BJPയിലേക്ക് പോയില്ലേ? 2019 വോട്ടിൽ നിന്ന് UDFനും LDFനും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, BJPക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് കൂടുതൽ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വോട്ട് 1 ലക്ഷത്തോളം BJPക്ക് കൊടുത്തിട്ടുമുണ്ട്. ഇത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പരിശോധനാ വിധേയമാക്കണം. BJP അഖിലേന്ത്യാ അടിസ്ഥാനത്ത് തോറ്റു. അതാണ് ഞാൻ 79 കുറിച്ച് പറഞ്ഞത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 77 കുറിച്ച് പറഞ്ഞത്. 77 അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തോറ്റു, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP തോറ്റു ഇത്തവണ. എന്നാൽ BJP കേരളത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ CPMന് ഏറ്റവും ശക്തി കേന്ദ്രം അല്ലെ ശക്തമായ ഘടകമുള്ളൊരു ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ ഒരു ജില്ല, അവിടെ BJP ഇരട്ടിയോളം വോട്ടുകൾ വർദ്ധിപ്പിച്ചു 2019 നമ്മൾ നോക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രത്തിലേക്ക് BJPക്ക് ഇങ്ങനെ കയറി വരാൻ കഴിയുന്നത്? 1977 ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ. അന്ന് കോൺഗ്രസ് ജയിച്ചു. ഇത്തവണ BJP ജയിച്ചിട്ടില്ലെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ചില കേന്ദ്രങ്ങളിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള പൊതുവായത് കാണുന്നുണ്ട്. കാരണം കോൺഗ്രസിന് 2019 കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല, ആ വോട്ടിനേക്കാൾ വോട്ട് കുറഞ്ഞു. എന്നാൽ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും 2019 കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ആഴത്തിൽ പരിശോധിച്ചാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട്? കാരണം കോൺഗ്രസിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ പരിശോധന എന്തുകൊണ്ട് ഈ പ്രതിഭാസം എന്നത് പ്രത്യേകമായി കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ തോൽവിയുടെ കാരണം പരിശോധിക്കും. അങ്ങനെ കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നതാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ, അതായത് MV ജയരാജൻ പറയുന്നത്. ഇത് എന്തായിരിക്കും ഇനി അങ്ങോട്ട് ഇടതുപക്ഷം എങ്ങനെയായിരിക്കും ഇതിനെ ന്യായീകരിക്കാൻ പോകുന്നത്? ഭരണവിരുദ്ധ വികാരം അതിഭീകരമായി ഉണ്ട് എന്ന് പൊതുവിൽ പറയുമ്പോഴും അത് അംഗീകരിക്കാൻ ഒരു പക്ഷേ തയ്യാറാവാത്തതോ അല്ലെങ്കിൽ അംഗീകരിച്ചു എന്ന് സമ്മതിക്കാൻ തയ്യാറാവാത്തതോ ആണോ CPM പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഗുഡ് മോർണിംഗ് മുക്തി. അതായത് കണ്ണൂരിലെ ഇടതു കോട്ടകളിൽ ഉണ്ടായ വലിയ വോട്ട് ചോർച്ച അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അവരൊരു അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് ഈ വോട്ട് ചോർച്ച. പ്രത്യേകിച്ചും നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധികൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് പയ്യന്നൂരും കല്ലേശ്ശേരിയും കാസർഗോഡ് മണ്ഡലത്തിൽ പെടുന്നു, പിന്നീട് കണ്ണൂർ മണ്ഡലം, പിന്നീട് വടകര മണ്ഡലത്തിൽ കൂത്തുപറമ്പും തലശ്ശേരിയും പെടുന്നു. പക്ഷേ ഇതൊക്കെ CPMൻ്റെ മിക്ക കേന്ദ്രങ്ങളും ശക്തി കേന്ദ്രങ്ങളാണ്. ഒരുപക്ഷെ പാർട്ടി കേന്ദ്രങ്ങൾ, പാർട്ടിയുടെ കോട്ടകളായി മാറുന്ന സ്ഥലങ്ങൾ. പക്ഷേ അവിടെയൊക്കെ തന്നെ വലിയ വോട്ട് ചോർച്ച സംഭവിച്ചു എന്നതാണ്. പക്ഷേ നമ്മൾ ഈ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ, അതായത് ഇതിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം മാത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഏതാണ്ട്
5000-ഓളം വോട്ടിൻ്റെ കുറവ് ഈ കഴിഞ്ഞ ലോക്സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ LDF ഉണ്ട് എന്നതാണ്. അതേസമയം UDF വോട്ട് 3000-ഓളം വർദ്ധിച്ചു. ഒപ്പം നമ്മൾ ഞെട്ടിക്കേണ്ട വസ്തുത ഈ പറയുന്ന BJP വോട്ട് 8000-ൽ നിന്നും 16,000-ആയി എന്നതാണ്. അതായത് CPM ശക്തി കേന്ദ്രങ്ങളിൽ BJP വലിയ രീതിയിൽ വോട്ട് ഇത്തവണ കണ്ണൂർ ജില്ലയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും കാണാൻ കഴിയും. ധർമ്മടത്തും 2019 അപേക്ഷിച്ച് ഇരട്ടിയോളം വോട്ട് BJPക്ക് വർദ്ധിപ്പിക്കാനായി. അതായത് CPM വോട്ട് കുറയുമ്പോൾ അവിടെ BJP വോട്ട് ഗണ്യമായി കൂടുന്നുണ്ട്. UDF വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലായി വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് BJPക്കാണ് എന്നതാണ്. അപ്പോൾ ഇടത് കേന്ദ്രങ്ങളിലെ ഈ BJP വോട്ട് വർധനവിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് CPM കാണുന്നത്. അതിൽ ആഴത്തിലൊരു പരിശോധന ഉണ്ടാവും, സമഗ്രമായ ഒരു പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. പരമ്പരാഗതമായി CPM വോട്ട് ചെയ്തു വന്നവർ ഇത്തവണ വോട്ട് ചെയ്തില്ല എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നു. അതായത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ CPM ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ ഇത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായത് അപ്രതീക്ഷിതമാണ്. അത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് CPM സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത്ര നിസ്സാരമായല്ല അതിനെ CPM കാണുന്നത്. 2019 MV ജയരാജൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 2019 തിരിച്ചടിക്ക് ശേഷം വീടുകൾ കയറി ഇറങ്ങി CPM നേതാക്കൾ വീട്ടുകാരോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചർച്ചകളിലേക്ക് കൂടുതൽ ഇടപെടൽ ഏതെങ്കിലും CPM ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കല്യാശ്ശേരി പോലെയുള്ള CPM കോട്ടയിൽ 44,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കല്യാശ്ശേരിയിൽ ഇത്തവണ 1058 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. ഒപ്പം തന്നെ മട്ടന്നൂരും ധർമ്മടത്തുമൊക്കെ CPM കഷ്ടിച്ച് കയറി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിസ്സാരമായി കാണുന്നില്ല, ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയെ കാണുന്നത്. പ്രത്യേകിച്ചും അത് BJPയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ പരിശോധിക്കുമെന്ന് തന്നെ കണ്ണൂർ ജില്ലാ ഘടകം ഇപ്പോൾ വ്യക്തമാക്കുന്നു.